എടാ അപ്പൊ ഞാൻ നിന്നെ പോലെ എടാ ഞാൻ കളവാ. അപ്പൊ ഞാൻ നിന്നെ പോലെ റേഷൻ കാർഡിലെ പേരിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കണമെന്നാ നീ പറയുന്നത്? അമൽ രാജ് PP എന്ന് പേരിട്ടിട്ടാണ് സോഷ്യൽ മീഡിയ കളിക്കണം. എടാ ഇത് MRS അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ MRS അല്ല, ഇതെന്താ MRF ടയറാ? എടാ MRS അല്ല, MRZ എന്നുള്ളത് ZZ എന്നാ പ്രൊനൗൺസ് ചെയ്യാം. 80s അത് അറിയില്ലാന്ന് തോന്നുന്നു. MRZ തൊപ്പി എന്നെ പേര്. ഇഫ് യു ഡോണ്ട് നോ നോക്കട്ടെ, ഡിസ്ക്രിപ്ഷൻ നോക്കട്ടെ. ഞാൻ ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ടല്ലോ ഗൂഗിൾ പേ ആവാൻ കഷ്ടപ്പെടുന്ന ബ്രോ. വളരെ സീക്രട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ട്രോൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് MRC തൊപ്പിയുടെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം വിട്രോസിന്റെ പുതിയൊരു വീഡിയോ റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് MRC തൊപ്പിയെ അതുപോലെ തന്നെ ഒരുപാട് പേര് സീക്രട്ട് ഏജന്റ് അങ്ങനെ ഒരുപാട് പേരെ റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആ വീഡിയോ തൊപ്പി റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ പോർഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഭയങ്കര ദേഷ്യമായിരുന്നെങ്കിലും പിന്നെ ലേറ്റർ ഓൺ ഇറ്റ് ബിക്കം വെരി ഫൺ. കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കുറച്ച് പറഞ്ഞു, കണ്ടന്റുകളിൽ ഞാൻ കയറിയും ഞാൻ അർജുൻ എടുത്തിട്ട് തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ലേറ്റർ ഓൺ ആൾക്കാർക്ക് അല്ല, ഇവരൊക്കെ തന്നെ സ്ഥിരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാറ്റിൽ നടത്തുന്നവരാണ്. പുള്ളി തന്നെ പറയുന്നുണ്ട് ലേറ്റർ ഓൺ അത് ഫണ്ണായിട്ട് തോന്നി, അതാ നോർമലൈസ്ഡ് ആയി എന്നുള്ളതാണ് പറയുന്നത്. റിലീസിന് മുമ്പ് ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വീറ്റ് റോസ്റ്റ് അല്ല കുഴപ്പമില്ല, പോട്ടെ. ഞങ്ങളുടെ ചാനലിന്റെ പേര് വിറ്റ് റോസ്റ്റ് എന്നാണ്. വിറ്റ് തൊട്ട് വിറ്റൊന്നും ഇല്ലാതെ നിങ്ങളെ വീഡിയോസിൽ അടി ഇവരെ ഞാൻ 2 സ്റ്റാൻഡപ്പ് കോമഡികൾ കണ്ടോക്കി. എന്തെങ്കിലും വിറ്റ് റോസ്റ്റ് ഇവിടെ വിറ്റില്ല, വിറ്റ് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്, വിറ്റില്ലാലോ. കോമഡി ഇല്ല ഇവരത്, അതാ പ്രശ്നം. ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേപ്പിംഗ് അല്ലെങ്കിൽ അതിഭീകരമായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസ് വെച്ച് കയറിയ പേഴ്സണാലിറ്റി കാര്യങ്ങൾ പറയുന്ന ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിങ്ങിനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് പോർഷൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ കുറിച്ച് പറയുന്ന ഞാനില്ലേ ഇതില്, എന്നെ കുറിച്ച് പറയുന്നില്ലേ? അടെ ഈ വീഡിയോ അല്ലേ? അതാ ഇഷ്യൂ ഉള്ളോണ്ട് നോക്കട്ടെ, ഡിസ്ക്രിപ്ഷൻ നോക്കട്ടെ. ഗൂഗിൾ പേ ആവാൻ കഷ്ടപ്പെടുന്ന ബ്രോ. വളരെ സീക്രട്ടാണ്. ലാസ്റ്റ് വെക്ക് 27 ഞാൻ ഇത് ലാസ്റ്റ് ഷസാമിൽ റിയാക്ട് ചെയ്ത. ഓ ഇവരെല്ലാരും റിയാക്ട് ചെയ്ത എന്താ വാണ്ടി വർക്കര്. ആൾക്കാരുടെ പേര് ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് പോകണം. നമ്മുടെ ഒരു മൂവി പ്രൊമോഷൻ കഴിയുമ്പോ മൂവിയാണ് പ്രൊമോട്ട് ആവേണ്ടത്. ഓഫ് കോഴ്സ് ആ മീഡിയ കളവൻ എന്താ പറയുന്നത് എനക്കും തിരിയുന്നില്ല. ഇത് ബോറിംഗ് കോൺവെർസേഷൻ ആണല്ലോ ഇവര് പറയുന്ന ആള്. എന്റെ വാക്കത്തിന്ന് ലാസ്റ്റ് അല്ലേ? നിനക്ക് ആരെ വേണമെങ്കിലും കളിയാക്കാം, അത് ശരിയാ. പ്രായം നോക്കേണ്ട കാര്യമില്ല. അത് നിങ്ങക്ക് പ്രായമായിക്കോട്ട് തോന്നുന്നു. ഇനി വീഡിയോ വന്നു, ഇതെന്ത് ഇടക്കിടക്ക് വീഡിയോ വന്നോണ്ടിരിക്കണം. ഏതായത് എടാ മെയിൻ സാധനം അവിടെ വെച്ചിട്ട് ഇവര് ഈ വീഡിയോ ഇറക്കിയത് തന്നെ ഇതിന് വേണ്ടാ. ഇവരെ ഹാഷ്ടാഗിൽ തന്നെ എന്റെ പേരാണ്. എന്നിട്ട് എന്തോ മറന്നുപോയ പോലെ കളിക്കുന്നതാ. ഹിന്ദിക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതേത് ഹിന്ദിക്കാരനാണ്? ഇതാരാണ്? എടാ ഞാൻ ഹിന്ദിക്കാരനാ. എടാ എനിക്കൊരു ഹിന്ദിക്കാരന്റെ ലുക്ക് ഉണ്ടോ? അടെ ഋത്തിക് റോഷനാ ഉദ്ദേശിച്ചത്. അടാ ഋത്തിക് റോഷന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ? അവിടെ കാര്യമാടാ. അമേരിക്കക്കാരന് ഫോളോ ചെയ്യാനല്ലേ നീ? ഓ അടാ ഞാൻ അമേരിക്കാണെന്നല്ലേ ചോദിക്കുന്നതാ. അല്ല ഞാൻ അമേരിക്ക ഒന്നല്ല. എടാ ഇത് മറ്റേ വളിവാണെന്ന്. എടാ എല്ലാത്തിനും അറിയാടാ. എന്റെ കാര്യം പറയാലോ. ഇവരില്ലേ ഇവര് ഇന്നല്ലേ വീഡിയോ ഇറക്കിയേ? ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഒരാഴ്ചയില്. ഇവരാ മറ്റേ ഇവര് ഇഷ്യൂ വന്നിട്ട് 10 ദിവസമായി. ഇവര് 10 ദിവസം 4 ഒരു റൂമിന്റെ ഉള്ളിൽ കുത്തിയിരുന്ന് പ്ലാൻ ചെയ്ത് ഈ വീഡിയോ അന്നെ മൊത്തം റിസർച്ച് ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്ത് മൊത്തം ഇരുന്ന് കണ്ട് ഇഷ്യൂന്റെ മൊത്തം ഇരുന്ന് കണ്ട് കരഞ്ഞു തീർത്തിട്ടാണ് ഇവര് ഫുൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് വന്നത്. എന്നിട്ട് എന്തോ അറിയാത്ത പോലെ. എന്റെ പേരെന്താ? പേര് തൊപ്പിന്നാണ് അറിയുന്നത്. ശരിക്കും പേരൊന്നും അറിയില്ല. ഈ വേണം നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക്. വീറ്റ് റോസ്റ്റ്
മെന്റൽ ഹോസ്പിറ്റലിൽ എടാ ഇവനെന്താ ഇവർ എന്റെ റീല് എന്റെ ഇത് കണ്ട് ചിരിക്കാന്ന് എന്റെ ലൈവ് കണ്ട് ഇരിക്കാണ്ട് റിയാക്ട് ചെയ്യും. ഇവരൊന്നും പറയുന്നില്ലേ? ഇവനെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാ ലൊട്ട. ഞാൻ കാര്യം പറഞ്ഞേ, ഓ ഇവനെന്റെ ഫാനാന്ന് കേട്ടാ. എന്നെ കുറിച്ച് ഈ ചങ്ങായിക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാട്ടാ, കളവനെല്ലാം അറിയാട്ടാ എന്നെ കുറിച്ച്. കൊറേ റീൽസ് കാണാറുണ്ട് ഇൻസ്റ്റയില് വന്ന ഓ കളവന്റെ ഫാനാ, കളവന്റെ ഫാനാ കേട്ടാ. കംപ്ലീറ്റ് പറയാം. പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ നല്ല ഒട്ട, പിന്നെ അങ്ങനത്തെ കാസർഗോഡിന്റെ രസം. കാസർഗോഡാണോ എനിക്കറിയില്ല, അത് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു കാസർഗോഡ് അല്ലടാ, കണ്ണൂരടാ ലൊട്ടെ. ഇത് കേൾക്കാൻ ഭയങ്കര രസാ. സച്ചിൻ ജോൺ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇവരിപ്പോൾ സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റാ ആടെ ഇവര് ഫുള്ള് എഴുതി വെച്ച് പഠിച്ചിട്ട് വന്നേടാ. എന്നിട്ടും ഇവരൊന്നും പറയുന്നില്ല, കണ്ടിരിക്കല്ലേ എന്നുള്ളൂ. ഇവന് കൊണ്ടുവരുന്ന ഫാൻസ് ഉണ്ടോ? ഇവന് കൊണ്ടുവന്നൂരാ ഫുൾ ഫാൻസ്. ഇവന് കൊറേ ഉണ്ട്. എല്ലായിടത്തും പ്ലേ ചെയ്യടാ, തീർക്കാത്. അടി ഇവന്റെ പേരെന്തേലും അടിയിൽ 4 എണ്ണത്തിലാക്കി ഇവന്റെ പേര് മാത്രം. ഇവന്റെ പേരെന്തോ മഹാമൈരൻ അങ്ങനെ എന്തോ ഇവന്റെ പേര്. ഈ ഒറ്റ ഒരുത്തന്റെ പേരെ എനിക്ക് അറിയൂ, ബാക്കി 3 എണ്ണത്തിന് എനിക്കറിയില്ല. ആകെ അറിയുന്നത് ഇവനെന്തോ ഒരു ചിരി വമ്പൻ ചിരി നാട്ടെ പറഞ്ഞൊരു പരിപാടി, ഒരു പൊളിഞ്ഞു പോയ പരിപാടി ഉണ്ട്. അതിൽ വന്നിട്ട് ചളി അടിച്ചിട്ട് ഹിറ്റായിട്ട് ഒഴിവായതാണ് ഇവൻ. ആ പരിപാടി പൂട്ടിപ്പോയി തോന്നല്, ഇപ്പൊ ഇല്ലാന്നല്ലേ പരിപാടി. ഇവര് ഫുൾ ആക്ടിങ് ആണ്, ഇവർക്ക് തന്നെ അറിയാം. ആടാ ഇവർക്ക് എന്താ ഇവരെന്നെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ജീൻസ് ഇട്ടോനൊന്നും പറയുന്നില്ല, പറയാ വീതിച്ചെടുക്കണ ജീൻസ് ഇട്ടോരാ. തിരിച്ചു പറയണം. ഗൂഗിൾ പേ ഇൻസ്റ്റ ID കണ്ടുപിടിച്ച് മെസ്സേജ് ആകു ബ്രോ. ഇൻസ്റ്റ ഐഡി ടൈപ്പ് ഇവരെ ഇൻസ്റ്റ ഐഡി എന്റെ ടൈപ്പ് ഞാൻ മെസ്സേജ് ആക്കി. ഇവരെ എനിക്കൊരു ഇത് വേണോടാ, ഒരു എൻകൗണ്ടർ വേണോടാ. ഇവരെ ഷോയിലെനിക്ക് പോകണം. 4 മില്യൺ കിട്ടണമെങ്കിൽ ഉപ്പയും കുണ്ടിട്ടാട്ടണം, അപ്പോഴേ 4 മില്യൺ കിട്ടത്തുള്ളൂ. ആ നിന്നോട് പറഞ്ഞ ജീൻസ് ഇട്ട വൈരം തിരിച്ചു പറയുന്നില്ല, ചങ്ങായിമാരോട് പറഞ്ഞു കൊടുക്കാന്ന്. ഓ അച്ഛനോട് പറഞ്ഞു കൊടുക്കുക. എനിക്ക് തോന്നി ഇവന്റെ അച്ഛനാന്ന് തോന്നി ഇപ്പറുള്ളത്. ഇവന്റെ ഉപ്പൂപ്പ ഒക്കെ കുണ്ടിട്ട് കുലുക്കിയിട്ടും ഇവൻ MRS തൊപ്പിന്ന് അറിയുള്ളൂ. ഈ അപ്പൊ എന്റെ പേരറിയില്ല. അടാ അതിന് ആദ്യം എന്റെ പേര് പറയുന്നത് എടാ ഇതെന്റെ ഗെയിമർ നെയിമാണ്, ഇതെന്റെ ഗെയിമർ നെയിമാണ്. ഞാൻ സ്ട്രീമർ. ഇത് ഏതാണ്ട് 80s വേണം. എടാ അപ്പൊ ഞാൻ നിന്നെ പോലെ ഞാൻ അടക്ക അളവായി. അപ്പൊ ഞാൻ നിന്നെ പോലെ റേഷൻ കാർഡിലെ പേരിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കണം നീ പറയുന്നത്. അമൽ രാജ് PP എന്ന് പേരിട്ടിട്ടാണ് സോഷ്യൽ മീഡിയ കളിക്കണം. ഇത് MRS അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ MRS അല്ല, ഇതെന്താ MRF-ന്റെ ടയറാ. എടാ MRS അല്ല, MRZ എന്നുള്ളത് ZZ എന്നാ പ്രൊനൗൺസ് ചെയ്യാം. 80s അത് അറിയില്ലാന്ന് തോന്നുന്നു. MRZ തൊപ്പി എന്നെ പേര്. ഇഫ് യു ഡോണ്ട് നോ. നിന്റെ ഉപ്പൂപ്പനോട് നല്ല പോലെ കൊണ്ടി കുലിക്കാൻ പറയാം. നിന്റെ പേര് നിനക്ക് പിന്നെ ഉപ്പൂപ്പ ഉണ്ടാവില്ലല്ലോ, കാരണം നിനക്ക് തന്നെ ഒരു 45 വയസ്സുണ്ട്. നിന്റെ ഉപ്പാക്ക് 90 ഉണ്ടാവും. പിന്നെ ഉപ്പാപ്പ എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉപ്പാപ്പ ഇല്ലാത്തോണ്ട് ഏതാ നീ കളവ് ഇറങ്ങിയില്ലടാ. കഷ്ടപ്പെട്ടാലും 5 രൂപ കൊടുത്താൽ മതിയടാ. ഇവൻ ഉണ്ടായിരിക്കുന്നതില് ഇവിടുത്തെ വ്യൂവേഴ്സ് എനിക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് ഞാൻ ഉണ്ടാക്കാനാണ്. 5 രൂപ കളിക്കാൻ പോകുന്നത് 5 രൂപ എടുക്കാനില്ല. നിന്റെ 5 റുപ്യ പോലും നിങ്ങളെയും എടുക്കാനില്ലല്ലോ. അകല്ലടാ കോമഡി. ഞാൻ 5 ഓക്കെ ഞാൻ പറയട്ടെ. ഇവര് മൊത്തം ഇട്ട വീഡിയോസ് എത്ര വീഡിയോസ് ഇട്ട് ഇവര് 3 വീഡിയോസ്. അതിന് മൊത്തം എന്താ ഞാൻ പറഞ്ഞ അനക്ക് 5 റുപ്യെങ്കിലും കിട്ടുന്നുണ്ട്. ഇവരെ ഞാൻ പറയട്ടെ 3.5K 915 വ്യൂസ് 14K വ്യൂസ്. മൊത്തം ഇവരെ ചാനലിൽ ഇവർക്ക് കമ്പൈൻഡ് വ്യൂസ് എത്ര അറിയോ? 18 20K കൂട്ട് 20K യൂട്യൂബിൽ എത്ര വ്യൂസ് കിട്ടും?
RPM എത്ര കിട്ടോ? ഇപ്പൊ എത്ര ധീരജ് ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിച്ചു അണ്ണാക്കിൽ കൊടുത്തു മയിര്. ടൈംസ് 12. RPM ആവറേജ് RPM 12 കൂട്ട് 240 റുപ്യ. അത് നിക്ക് വിറ്റ്ക്രൂക്ക് മൊത്തം റവന്യൂ കിട്ടിയത് 240 റുപ്യ. ഞാൻ ഒരു ദിവസം സ്ട്രീം ചെയ്തിട്ട് എനിക്ക് ഡൊണേഷൻ വരുന്ന പൈസ നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം, നിങ്ങൾ ഒരു മാസത്തെ സാലറി എനിക്ക് ഒരു ദിവസം സ്ട്രീം ചെയ്ത ഡൊണേഷൻ മാത്രമായിട്ട് കിട്ടും. പിന്നെ യൂട്യൂബിൽ നിന്ന് പറയും, ലോക്കോന്റെ വക പറയും, പ്രൊമോഷൻ പറയും കിട്ടും. ഓക്കെ, അതിന്റെ ഒരു ദിവസം നീ പറയുന്ന 5 രൂപ ഡൊണേഷൻ വരുന്ന സംഭവമില്ലേ, നിന്റെ ഒരു മാസത്തെ ശമ്പളം എനിക്ക് ഒരു ദിവസം സ്ട്രീം ചെയ്ത ഡൊണേഷൻ ആയിട്ട് കിട്ടും. ലോട്ടെ അവന്റെ വീഡിയോ അവന്റെ കൊണയുണ്ടല്ലോടാ. ഐ ആം ഹോളി 5 രൂപ വരെ അടി ഇവർക്ക് ഇവർക്ക് ഡൊണേഷൻ വരാത്തോണ്ട് ഇവർക്ക് പൊള്ളുന്നുണ്ട് കേട്ടോ. എനക്ക് കുറെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഇവർക്ക് പൊള്ളുന്നുണ്ട്. അതാണ് ഇവന് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇതല്ല ഇവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഇവൻ എവിടെയോ പേടിഎം മറ്റേ ഇത് വെച്ചിട്ട് നടക്ക, ആസനത്തിലൊരു QR കോഡും വെച്ചിട്ട് കഷണ്ടിപ്പുണ്ട്. അടി ഇവൻ മുടി ഇതാക്കി, ഇവൻ മുടി മുറിച്ചല്ലേ. അടി ഇവനെ ഞാൻ കഷണ്ടിപ്പുണ്ടേന്ന് വിളിച്ചേല് മനം തന്നിട്ട് ഇവൻ വീട്ടിൽ ഡോറോ അടിച്ച് റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് കരഞ്ഞടാ. എന്നിട്ട് സൈഡ് എടുത്തിട്ടൊക്കെ ഇവൻ മുടി മുറിച്ച്. അടി ഇവൻ മുടി മുറിച്ചടാ. ഞാൻ പറഞ്ഞത് കേട്ടായി. ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിപൊളി തൊപ്പി, പൊളി റിയാക്ഷൻ. വായ കൂട്ടറാ അണ്ടി. അടെ ഞാൻ പറയട്ടെ, അടി ഇവൻ മുടി മുറിച്ചിട്ട് വന്നടാ. അവിടെ പാവട ഞാൻ കഷണ്ടിപ്പുണ്ടെന്ന് പറഞ്ഞ ഇവന് പിടിച്ചില്ലടാ. ഇവൻ മനം നൊന്നിട്ട് പോയിട്ട് മുടി സൈഡ് എടുത്ത് അവിടെ കള്ളക്കളവേ. ഒരു QR കോഡ് ഇല്ല, അത് ഇവന്റെ ആസനമാണ്. കുണ്ടർന്നൂർ പാലത്തിന്റെ താഴെ QR കോഡും വെച്ചിട്ട് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരി. ഞാൻ അവിടെ ഇരിക്കുമ്പോ അതിന്റെ ഇപ്പുറത്ത് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരി. അവിടെ ആരോ സ്കാൻ ചെയ്ത് അടിച്ചിട്ട് പോകുന്നുണ്ട്, അതിന്റെ പൈസ വരുന്നുണ്ട്. ഇവർ എന്റെ സൂപ്പർ ചാറ്റിന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇവര് ചിരിക്കാതല്ല. പിന്നെ ഇതെന്ത് റോസ്റ്റിംഗ് ആണ് ഇവർ ഇങ്ങനെ റോസ്റ്റ് ചെയ്യല്? ഇതെന്താ ഇവർ എന്റെ കോമഡി കണ്ട് ചിരിക്കാൻ അവിടെ ഇരിക്കുന്നവർ. ഞാൻ ഇനി ഇത് കാണുന്നില്ല. ഞാൻ ഇവന്റെ റീൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവന്റെ ഈ പരിപാടി ഇത് എനിക്ക് യൂട്യൂബിലൊന്നും അല്ലല്ലോ, ഇത് വേറെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അത് യൂട്യൂബിൽ വന്നല്ലേ. നല്ല എനിക്ക് ഒന്നും അറിയാത്ത പോലെ വേറെ ഏതോ ആപ്പിലെങ്ങാണ്ട് ചെയ്യുന്ന ഇത് ജാങ്കോ ലൈവ് അങ്ങനെ എന്തോ. ജാങ്കോ ലൈവല്ല, ലോക്കോ മോനെ ജീൻസ് ഇട്ടത് അറി. നിന്റെ നീ ഇപ്പൊ ഉള്ള ആപ്പില്ല, നീ ഇപ്പൊ യൂസ് ചെയ്യുന്ന ആപ്പ് നീ ഇരുന്ന് കാണുന്നുണ്ട് നിനക്ക് അറിയാം. പട്ടി ഇതാ എന്റെ കണ്ണിലേക്ക് നോക്കടാ. 4 കൂലിക്കുലിഞ്ഞിരുന്ന് കുണ്ടന്മാരുടെ ഷർട്ട് ഇടാതെ 4 ഒന്നിച്ചിരുന്ന് കാണുന്നുണ്ട് റൂമിന്റെ ഉള്ളിൽ. കരഞ്ഞു കഴിഞ്ഞ് ഇവർ 4 ഒന്നിച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞ് ഇനി 4 ഷർട്ടും പാനും ഇടാണ്ട് ഒന്നിച്ചിരുന്ന് എന്റെ ലൈവ് കാണും. ഒന്നും അറിയാത്ത പോലെ. ജാങ്കോ ലൈവ്, ജാങ്കോ അല്ല ലോക്കോ. എടുത്ത് നോക്ക്, നീ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ലോക്കോ. ആ ഷോയിലേക്ക് ഞാൻ വന്നില്ല. റീച്ച് കൊടുക്കല്ലേ ഇവരെ സ്കിപ്പ് ചെയ്ത. ഇല്ല സ്കിപ്പ് ചെയ്യില്ല. എന്തായാലും റിയാക്ട് ചെയ്താ ഇവരെന്തായാലും കഷ്ടപ്പെട്ട് പിച്ച് എടുക്കാൻ വന്നതല്ലേ. റീച്ച് കൊടുക്കുക, എടുത്തോട്ട് റീച്ച് എടുത്തോട്ട്. ഇത് കണ്ടിട്ടില്ല. അതായത് ഇത് റോസ്റ്റ് പരിപാടിയാന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഒരാളും വ്യക്തിപരമായിട്ട് നമ്മളെ ഷോക്ക് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പരിപാടിയല്ല. അതിന്റെ പിന്നിൽ ഒരു പോസ്റ്റർ ചേട്ടൻ കണ്ടെങ്കിൽ ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ലൊട്ടകളുണ്ട്, അവർ ആ ലൊട്ടകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രതികാരം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഈ ജഡായുവിനെ നമ്മൾ എടുക്കും. അല്ല അവിടെ തന്നെ അവനെ ഊക്കുവാണല്ലോ. അവനെ അവിടെ 5 രൂപ എടുത്തിട്ട് കളിക്കാൻ വിളിക്കണം. ഇവരൊക്കെ നമ്മൾ എന്തിനാ വിളിക്കണം? എടാ 5 രൂപ, ഒരു 1000 ആൾക്കാർ 5 രൂപ ഇട്ടാ നിന്റെ ഒരു മാസം ശമ്പളമായി നാറി. അത് ചിന്തിക്ക്. അടെ ഇവര് ഇതുവരെ ധൈര്യം കാണിച്ചില്ല. അന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അതാണ് ഇവർക്ക് അന്നെ അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. കള്ളത്തീട്ടങ്ങള്. സിനിമാക്കാരൻ നിന്നെ വിളിക്കട്ടെ. എടാ സിനിമാക്കാരെന്നെ വിളിക്കട്ടെ. ആ സിനിമ ചെയ്യുന്നുണ്ട് നാറി. അടാ ഇവരല്ലേ ഏതോ സിനിമയിൽ തല കാണിച്ചില്ല. എടാ എന്റെ സിനിമ വരുന്നുണ്ട്. ഇവർക്ക് സിനിമ ഉണ്ടാ. ഇവരാദ്യം ഏതോ ഒരു ചിരി പറച്ചിരി നട്ട് ഏതോ 40 വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള ആൾക്കാർ മാത്രം കാണുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൽ ചളി കോമഡി കളവൻ കോമഡി അടിച്ചിട്ട് അവിടെ പൊളിഞ്ഞ് അത് നടക്കിയിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇറങ്ങി. അതൊന്നും നടന്നിട്ടില്ല. അതും മൂഞ്ചിപ്പോയി. പിന്നെ ഇതിലിറങ്ങിയ ആരും കഷ്ടപ്പെട്ട് സിനിമ എടുക്കുമ്പോ അതിനെ പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ എന്തോ പരിപാടിക്ക് നട്ട് സംഭവം ഇവർ ഉദ്ദേശിക്കുന്ന AB റോസ്റ്റ് പോലെ പുറത്തുള്ള പരിപാടി ചെയ്യാനാണ്. പക്ഷെ ആകുന്നില്ല. അതാണ് മൂഞ്ചിപ്പോയി, ഏറെ കയറിപ്പോയി. അതാണ് മൂഞ്ചത്. മെയിൻ പ്രശ്നം ഇവർക്ക് ക്രിയേറ്റിവിറ്റി കുറവാണ്. അതാണ് ഇവർക്ക് 4 ആൾ ഒന്നിച്ചിരിക്കുമ്പോ കുണ്ടന്മാർ 4 കുണ്ണ പൊട്ടിച്ച് കളിക്കുമ്പോ ഇവർക്കൊരു വൈബ് കിട്ടും.
ആ വൈബിൽ നാലാളും ഒന്നിച്ചിരിക്കുമ്പോൾ ഇവർക്ക് എന്തോ ചിരിയെല്ലാം വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവർ വന്ന് വീഡിയോ ഇടുന്നത്. മനസ്സിലായി? ഇവർക്ക് ഇൻഡിവിജ്വലി ക്രിയേറ്റിവിറ്റി ഇല്ല, അതാണ് പ്രശ്നം. നാലാളും ഫെയിലാണ്. ആസ് എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ 4 ആളും ഫെയിലിയേഴ്സ് ആണ്.